പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്താനുള്ള നീക്കത്തിനെതിരെ സിപിഐ ഈരാറ്റുപേട്ട ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം.ജി. ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം ഷമ്മാസ് ലത്തീഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി കെ.ഐ. നൌഷാദ് സ്വാഗതം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി.എസ്. സുനിൽ, സെക്രട്ടേറിയറ്റ് അംഗം പി.എസ്. ബാബു, ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി എം.എം. മനാഫ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നൌഫൽ ഖാൻ, സുനൈസ് എം.പി. തുടങ്ങിയവർ സംസാരിച്ചു. എത്രയോ കുട്ടികൾ നമ്മുടെയൊക്കെ മക്കളല്ലേ, ആ കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുക. എന്തെങ്കിലും മനുഷ്യത്വമുണ്ടോ? എന്തെങ്കിലും മനുഷ്യത്വം ഈ ഭരണകൂടത്തിലുണ്ടോ? എന്താ നിലപാട്? ഒന്നുമില്ല, ഒരു നിലപാടുമില്ല. തുടർന്ന് വീണ്ടും ഒരു പരീക്ഷ, അതും തന്നെ സ്ഥിതി. രാജ്യത്ത് വ്യാപകമായി നാളുകളായി നടക്കുന്ന പരീക്ഷാ പേപ്പറുകളെല്ലാം ചോർച്ച നടത്തി പുറത്തു കൊടുക്കുക, പുറത്തു കൊടുത്ത് കാശുണ്ടാക്കുക. അവരുടെ ഭാവിയോടെ കുട്ടികളുടെ ഒത്തുചേരാൻ ശ്രമിച്ചപ്പോഴാണ് പാറ്റകൾ എന്ന ചെറുപ്പക്കാരെ മോശമാക്കാൻ വർത്തമാനം പറഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതിവേഗം അത് ഗുണം ചെയ്തു. അങ്ങനെ തന്നെ ആ പാർട്ടി CJP എന്ന പേരിൽ രാജ്യത്ത് രൂപം കൊണ്ട് ശക്തി പ്രാപിച്ചു. ഒരു സംഘടന നേതൃത്വമില്ല, ഒരു കൂട്ടം കൂടി രാജ്യത്തെ നാനാ വിഭാഗങ്ങളിൽ നിന്നും, ജാതി മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ഈ രാജ്യത്തെ പ്രമുഖരായ ആളുകളുടെ മക്കൾ പോലും ഇന്ന് ഡൽഹി ജില്ലാ കേന്ദ്രത്തിൽ അടുക്കുക. അവിടെ വന്നപ്പോഴോ ആദ്യം മൈൻഡ് ചെയ്യാതില്ല, തന്നെ പൊക്കോലും എഴുതി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴോ കളി മാറി, നടക്കിയാതെ കളിയും തോന്നി. അപ്പോഴേക്കും പോലീസായി. ശക്തികളെല്ലാം ഒറ്റക്കെട്ടായി മറുവശം വരിക. നീതിക്ക് വേണ്ടി പോരാട്ടത്തിന് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് സമീപിച്ചത് എന്താ? അവര് പ്രതിഷേധം രേഖപ്പെടുത്താനും സമരത്തിലേക്ക് പോവുകയാണ്. ആ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ, പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവിനെ വലിച്ചഴിച്ച് മുഖത്തൊന്ന് ചോര ഒലിക്കുക, കൊണ്ടായി കാട്ടിക്കൊണ്ടിരുത്തുക അല്ലെ? പ്രതിപക്ഷ നേതാക്കളെയും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെയും ലാത്തിയും തോക്കും ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന് വ്യാമോഹിക്കുന്ന സാമ്രാജ്യ ശക്തികളാണോ ഇവര്? ഹിറ്റ്ലറെ കേട്ടിട്ടില്ലേ? മുസോളിനെ കേട്ടിട്ടില്ലേ? ഇവര് അവസാന കാലം ആരംഭിച്ചു. ഒരു സംശയവും വേണ്ട. ഈ രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിച്ച്, ഈ രാജ്യത്തെ മതേതരത്വം തകർത്ത്, ഈ രാജ്യത്തെ മനുഷ്യരെ ദ്രോഹിച്ച്, കൃഷിക്കാരെ, തൊഴിലാളികളെ, മതന്യൂനപക്ഷങ്ങൾ മുഴുവൻ പേരെ ഒടുക്കാൻ നിൽക്കുന്ന ഭരണകൂടത്തിന്റെ അവസാനത്തിന്റെ ആദ്യം കുറിച്ചിരിക്കുന്നു. ഒരു സംശയവും വേണ്ട.